ദേവുട്ടി, എന്താ ഇയാൾ എന്നെ കണ്ടിട്ട് കാണാത്ത മട്ടി പോകുന്നേ? ഓ, മനസ്സിലായി. ആ മോതിരം കിട്ടാത്തതിന്റെ പിണക്കത്തിലാണല്ലേ? നീ വിഷമിക്കണ്ട ദേവുട്ടി. അമ്മ ആ മോതിരം തരാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് സ്വന്തമാക്കാനുള്ള അമ്മയുടെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല. ഇനി അമ്മ അത് സ്വന്തമാക്കിയാലും ആ മോതിരത്തിന് പകരം ദേ നിന്റെ വിരലിൽ ഞാനൊരു വിവാഹമോതിരം അണിയിക്കും. നിന്റെ രക്ഷയ്ക്കല്ലേ നീ ആ മോതിരം കാത്തു സൂക്ഷിച്ചത്? അതേ രക്ഷ ഞാൻ അണിയിക്കുന്ന വിവാഹമോതിരം നിനക്ക് തരും. എന്താ, നിനക്ക് ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലേ? മൂകാംബി അമ്മയെ സാക്ഷി നിർത്തിയ ഞാൻ ഈ പറയുന്നത്. നിന്റെ വിരലിൽ അധികം താമസിയാതെ എന്റെ വിവാഹമോതിരം അണിയും. എന്ത്? ഇനി ഒരിക്കലും സ്വാതിയല്ലെന്നോ? അതെന്താ നീ അങ്ങനെ പറയുന്നത്? എന്താ എന്താ നീ പറഞ്ഞ? നിന്റെ വീട്ടുകാര് ഗഗനുമായിട്ട് നിന്റെ കല്യാണം ഉറപ്പിച്ചെന്നോ? എന്നിട്ട് നീ അതിന് സമ്മതിച്ചോ? ദേവുട്ടി, സത്യമാണോ നീ പറയുന്നേ? ദേവുട്ടി, നീ എന്താ പറയുന്നത്? നീ കൂടെ അതിന് സമ്മതിച്ചെന്നോ? അല്ലാതെ വേറെ വഴിയില്ലായിരുന്നോ? ഇല്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഒരിക്കലും ഞാനത് അനുവദിക്കില്ല. നിന്റെ കഴുത്തിൽ ഒരു താലി അണിയുന്നുണ്ടെങ്കിൽ അത് ഈ സന്ദീപിന്റെ തന്നെ ആയിരിക്കും. ആരൊക്കെ എതിർത്താലും വിദ്യാമ്മ നമ്മുടെ ബന്ധത്തെ അനുവദിക്കുമെന്നും അനുഗ്രഹിക്കുമെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇല്ല ദേവുട്ടി, എന്തൊക്കെ സംഭവിച്ചാലും നീ പറഞ്ഞതുപോലെ മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ വെച്ച് ദേവിയെ സാക്ഷി നിർത്തി നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് ഈ സന്ദീപായിരിക്കും. അതുറപ്പാ.